ഇപ്പൊ ഒരു ഏക്കർ ഡബ്ബർ വെക്കുന്ന സ്ഥലത്ത് ഈ ഒരു 100 തൈയാണ് വെച്ചാണ്ടല്ലോ ഒരു കൊല്ലത്തിൽ നമുക്ക് 2-3 ലക്ഷം റുപ്യ ഷുവറായിട്ട് കിട്ടും. കിഡ്സിന് എന്താ പറയാല്ലേ? 90 കിഡ്സിന്റെ ആട്ടോ അതൊക്കെ 2000 കിഡ്സ് കാപ്പ് പിടിക്കാണ്. ഇല്ലേ ഒന്നും ഷുവറായിട്ട് കാര്യമില്ല, പഠിക്കാൻ പുള്ളിയും കണ്ടിനെ കടിയും കടിച്ചേണ്ട അതങ്ങനെ ഇറക്കണം. നീരിങ്ങനെ ഇറങ്ങുമ്പോ ഇതീ കൂടെ അങ്ങനെ അയിലും കൂടിയും ഒക്കെ ഈ സാധനം കണ്ടില്ല ഞങ്ങൾ പണ്ടേ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഈ കിളിയത്തിയതൊക്കെ കഴിക്കണമെന്ന് വെച്ചില്ലേ, കഴിക്കൊന്നും വേണ്ട. ഇതിന്റെ പകുതി കിളിയത്തെ വരെ നമ്മൾ തിന്നിട്ടുണ്ട്, തിന്നിട്ട് അതേമാതിരി കറച്ച കുറച്ച് ഉണ്ടാക്കി തിന്നിട്ട് അങ്ങനെ പല ഐറ്റംസ് സാധനം ഉണ്ടാക്കാം. കുട്ടികളൊന്നും അറിയുന്നില്ല. ആകെ നമ്മളീ മഹലിൽ തന്നെ ഈ ഒരു ഒറ്റ മരം ഉണ്ടാവുള്ളൂ ഇവിടെ. ഈ ഒരു മരം മാത്രം നമ്മളെ ഈ മഹലിൽ തന്നെ ഒന്നുണ്ടാവും. പിന്നെ പണ്ട് എന്ന് പറഞ്ഞ ഒരു പേരയില് ഒരു മരം അല്ലെങ്കിൽ 2 മരം അല്ലാത്ത പേരനല്ലോ. എന്റെ പേരിൽ വരെ 2 ബിസിനസ്സാണ്. ഇപ്പൊ ഒരു ഏക്കർ ഡബ്ബർ വെക്കുന്ന സ്ഥലത്ത് ഈ ഒരു 100 തൈയാണ് വെച്ചാണ്ടല്ലോ ഒരു കൊല്ലത്തിൽ നമുക്ക് 2-3 ലക്ഷം റുപ്യ ഷുവറായിട്ട് കിട്ടും. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഡബ്ബർ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ചിലവുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടം പോലെ ചെയ്തൊരു ഏക്കർ നമുക്ക് എങ്ങനെയും 100 തൈ എങ്ങനെയും വെക്കതിൽ ആ 100 തൈ വെച്ചാൽ 1 ടൈം പൈസ ഇറക്കിയാൽ മതി. വെള്ളം ഇടണ്ട, വെട്ടൂല് കൊടുക്കണ്ട, വെള്ളം നനക്കണ്ട, അങ്ങനെ ഉണ്ടാക്കും. ബിസിനസ് മൈൻഡ് അല്ല തിന്നണൊക്കെ മതി. നമുക്ക് പഴയ നൊസ്റ്റാളജിക്കാണ്. നമുക്ക് കത്തി കൊണ്ടിട്ട് സെറ്റപ്പ് ഉണ്ടാക്കാം. അഫിക്ക് എന്താ പറയാല്ലേ പറഞ്ഞായിട്ട്? കിഡ്സിന് എന്താ പറയാല്ലേ? 90 കിഡ്സിന്റെ ആട്ടോ അതൊക്കെ 2000 കിഡ്സ് കാപ്പ് പിടിക്കാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇതിലെ പ്രോസസിങ്. ഇതില് പുയ്ക്കളുണ്ടെങ്കിലും അറിയില്ല. അത് വിഷമല്ല, നല്ലതാണ്. പുയ്ക്കള് നല്ലതാണ് പഴത്തത്തെ. അതെ അതെ അതെ. താങ്ക് യു. എനിക്ക് രാമനട്ടോ ഈ കണ്ടന്റ് പറഞ്ഞേ. എന്താ സെറ്റപ്പില്ലേ? ഓ തിന്നിക്കണേനെ ഒരട്ട തിന്നാണ്. ഇത് തൊള്ളി കിട്ടാണ്ട് ഒരു സാധനം എടുക്കാണ്ട് ആ ഇല്ല എടുക്ക്. എടുത്ത് കുടിച്ചോ? എങ്ങനെയുണ്ട് സാജിയ? ഇങ്ങനെ വരണം. ഇല്ല എങ്ങനെയുണ്ട്? ഇങ്ങനെ എടുത്താണ്ട് തൊള്ളിയും കണ്ടണേ കടിയും കടിച്ചേണ്ട അതങ്ങനെ ഇറക്കണം. നീരിങ്ങനെ ഇറങ്ങുമ്പോ ഇതീ കൂടെ അങ്ങനെ അയിലും കൂടിയും ഒക്കെ ഫസ്റ്റ് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ഇതിനൊരു തെരച്ചിലുണ്ട്. ആ തെരച്ചിൽ എങ്ങനെ വെച്ചാല് ഇതിന് മേൽഭാഗം ഉണ്ടല്ലോ ഈ സാധനം പറഞ്ഞതിന്റെ ഏറ്റവും ടോപ്പ് ഈ സാധനം ആദ്യം പോക്കുക. അതാണ് ആ മധുരമൊക്കെ അടിഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ അതെ. ഒരു ഡിഷാണ്. ഫസ്റ്റ് ഒരു വ്ളോഗിനില്ലാത്ത ആളാ. അടിപൊളി. ഇതാണ് സാജി പറഞ്ഞതിന്റെ സോറി ആ ചോപ്പ്. ഇതാണ് സാജി പറഞ്ഞതിന്റെ മെയിൻ പോർഷൻ, പോർഷൻ നമ്മൾ ട്രൈ ചെയ്യാണ്. പൊപ്പൊളി പടം കണ്ട് നമുക്ക് ചെറിയ പീസ് ആക്കട്ടെ. നല്ല പഴുത്ത പീസ് സാജി പറഞ്ഞമാര് പഴുത്ത പീസൊക്കെ ഉണ്ട്. അടിപൊളി അടിപൊളി. നൊസ്റ്റാൾജി.